ഹലോ ഗൈസ്, വെൽക്കം ടു ദ ന്യൂ ലെസൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ബി എച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ സർക്യൂട്ട് ഇങ്ങോട്ട് പഠിക്കുക, അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അത് പറയാനുള്ളത് ഇതാണ്. വി വൺ ആണ് ഇൻപുട്ട്, V2 വേണം. V2 ആണ് E2 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, E2 ആണ് E2 ആയിട്ട് എടുക്കുന്നത്. അതാണ് നമ്മളെ ബി, മാഗ്നറ്റൈസിങ് ഫ്ലക്സ്. ബി ആണ് അപ്പോൾ നമ്മളെ ഫ്ലക്സ് ഡെൻസിറ്റി. എച്ച് ആണ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് നമ്മൾ IM ആയിട്ട് എടുക്കും. V2 അതായത് E2 നമ്മൾ ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ട് എടുക്കും. അപ്പോൾ ഇത് പഠിച്ചേക്കുക. എന്നിട്ട് ഇതൊക്കെ പഠിച്ചോട്ടാ. ഇതൊക്കെ കറക്റ്റ് 0 to 1 ആംപിയർ തന്നെ വേണം. ഇത് 250, 2.5, LPF അതൊക്കെ പഠിച്ചു വെച്ചോ. എന്നിട്ട് നമ്മൾ സർക്യൂട്ട് ചെയ്തിട്ട് ബേസിക്കലി നമ്മളെ ഇൻപുട്ട് വോൾട്ടേജ് ലൈക്ക് ഓട്ടോ ട്രാൻസ്ഫോമർ വേരി ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് റീഡിങ്സ് എടുക്കണം? V1 റീഡിങ്സ് എടുക്കണം, കറണ്ട് റീഡിങ് എടുക്കണം, വാട്ട് മീറ്റർ റീഡിങ് എടുക്കണം, പിന്നെ V2 റീഡിങ് എടുക്കണം. ഇത് 4 എടുക്കണം. അത് ഈ ടേബിളിലുണ്ട്. അപ്പോൾ നമ്മൾ കറണ്ട് റീഡിങ് എടുക്കും, വാട്ട് മീറ്റർ റീഡിങ് എടുക്കും, വോൾട്ട് മീറ്റർ റീഡിങ് എടുക്കും ഫസ്റ്റ് ഇനീഷ്യൽ ഇൻപുട്ട്, പിന്നെ വാട്ട് മീറ്റർ റീഡിങ് എടുക്കും. എന്നിട്ട് നമ്മൾ സെക്കൻഡറി വോൾട്ടേജ്, ഇൻഡ്യൂസ് വോൾട്ടേജ് E2. അതാണ് എന്ത് E2 ആണ്. ഇതാണ് E2, ഇതാണ് എടുക്കേണ്ടത്. അതെടുക്കുക. എന്നിട്ട് നമുക്കിനി E2 കിട്ടി. E2 ആണ് എന്ത് ബി. നമുക്കിനി H വേണം. H എന്താണ്? IM ആണ്. IM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാട്ട് മീറ്റർ നോ ലോഡ് കണ്ടീഷനിൽ 2 കറണ്ട് ഉണ്ടാവുക. നോ ലോഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി പാർട്ട് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ ഒരു ചെറിയ കറണ്ട് പ്രൈമറി കൂടെ പോവുള്ളൂ. ആ ചെറിയ കറണ്ട് എന്താണ്? I0. ആ I0 കിട്ടണമെങ്കിൽ ആ I0ക്ക് 2 കമ്പോണൻസ് ഉണ്ട്, IW IM. ഇവിടെ ഉണ്ട് IW IM. ഈ IW എന്ന് പറഞ്ഞാൽ വാട്ട് ഫുൾ കറണ്ടാണ്. IM എന്ന് പറഞ്ഞാൽ വാട്ട്ലെസ് കറണ്ടാണ്, മാഗ്നറ്റൈസിങ് കറണ്ടാണ്. അപ്പോൾ ഈ IW എന്തായിരിക്കും? ഇൻ ഫേസ് വിത്ത് ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. IM എന്തായിരിക്കും? 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. അതാണ് ഇങ്ങനെ കൊടുത്തേക്കണം. ഇത് ഞാൻ പറയാം. എന്നിട്ട് അപ്പോൾ നമ്മൾ I0 കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് കോമ്പൗണ്ട്സ് ആയിരിക്കും ഉള്ളത്. അത് വെച്ചിട്ട് നമ്മൾ I0 കണ്ടുപിടിക്കണം. I0 എന്താണ്? നോ ലോഡ് കണ്ടീഷനിലുള്ള കാണില്ലല്ലേ, ഇതാണ് I0. ഇതാണ് IM കണ്ട 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട് V1 ആയിട്ട്. IW ആണെങ്കിൽ വാട്ട് ഫുൾ കറണ്ട്, അത് ഇൻ ഫേസ് വിത്ത് V1 ആണ്, ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് IM കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ഫോർമുല? I0 സൈൻ തീറ്റയാണ്, സൈൻ ഫൈ ആണ്. അപ്പോൾ അണ്ടർ നോ ലോഡ് കണ്ടീഷനിൽ നമുക്ക് I0 കണ്ടുപിടിക്കണമെങ്കിൽ IM ഉം IW ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ മറ്റേ I0 = √IW² + IM², ഹൈപ്പോട്ടന്യൂസ് വെച്ചിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ E2 ഉണ്ട്. E2 ഡയറക്റ്റ്ലി കിട്ടും, ആ സെക്കൻഡ് വോൾട്ട് മീറ്ററിൽ ഉണ്ടാവും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് IM ആണ്. IM-ന് എന്തൊക്കെ വേണം? I0 വേണം. I0 ഇതാണ് I0. ഇത് പിന്നെ എന്താണ്? സൈൻ തീറ്റ വേണം, അത് സൈൻ ഫൈ വേണം. ഫൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? cos φ = വാട്ട് മീറ്റർ ബൈ VI. അപ്പോൾ വാട്ട് മീറ്റർ റീഡിങ് ബൈ V × I. ബേസിക്കലി ഇപ്പോൾ ഇതിനകത്ത് 10/140 × 0.23 അതാണ് cos φ. അത് കണ്ടുപിടിക്കുക. എന്നിട്ട് ഫൈ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, കോസ് ഇൻവേഴ്സ് വാല്യൂ എടുക്കുക. അപ്പോൾ ഇതൊക്കെ ഡിഗ്രിയാണ്, ഡിഗ്രിയിലായിരിക്കും. എന്നിട്ട് നമുക്ക് IM കിട്ടും. IM-ന് എന്ത് വേണം? I0 സൈൻ ഫൈ. I0 എന്ന് പറഞ്ഞാൽ ഇത് I0 × 0.23 × സൈൻ × ഈ ഒരു ആംഗിൾ. ഇത് കഴിഞ്ഞാൽ ഇത് കിട്ടും. അങ്ങനെ ഒരു 8-10 വാല്യൂ കണ്ടുപിടിക്കാം. സമയമില്ലെങ്കിൽ ഒരു 4 കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ്? ഇതിനകത്ത് ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അണ്ടർ നോ ലോഡ് കണ്ടീഷൻ. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാണ് ഫേസ് ഡയഗ്രാം. ഇതിപ്പോൾ 76.24. അത് കിട്ടിയത് എങ്ങനെയാണ്? ഇത് വെച്ചിട്ടാണ് കിട്ടിയത്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫസ്റ്റ് BH കർവ് നോക്കാം.
അപ്പോൾ ഇതൊക്കെ കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് ഇതാണ് ബി, ഇതാണ് എച്ച്. ഇത് വെച്ചിട്ട് ബി എച്ച് കർവ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും മതി, വേറെ ഒന്നും വേണ്ട. ബി എച്ച് കർവ് വരയ്ക്കാൻ അങ്ങനെയാണ് സാധാരണ എനിക്ക് വന്നത്, എനിക്ക് ആ ക്വസ്റ്റ്യനാണ് കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും മതി. ഈ രണ്ട് ഇത് പ്ലോട്ട് ചെയ്താൽ മതി. ഇത് നോക്കിക്കോട്ടെ, ഇതിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ പ്ലോട്ട് ചെയ്യണത് അതാണ് IM/E2. ഇതാണ് ബി എച്ച് കർവ്. ഇനി ഈ സാധനം ഇത് ന്യൂ എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഫോമുലുണ്ട്. E2 ഉണ്ട്, IM ഉണ്ടല്ലോ. ന്യൂ എന്താണ്? E2/IM ആണ്. അതല്ലാതെ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാനിവിടെ 9 റീഡിങ്സ് എടുത്തിട്ടുണ്ടല്ലോ, കാണണ്ട, 9 റീഡിങ്സ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 9 റീഡിങ്സ് ഉണ്ട്. ഈ sin φ sin θ എന്തിനാണ് എഴുതിയത് എനിക്ക് വലിയ പിടിയില്ല കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ന്യൂ കണ്ടുപിടിക്കുക, എല്ലാ വാല്യൂസിനും. ഒന്നുമില്ല, E2/IM ചെയ്താൽ മതി. ഇതിനകത്ത് അവിടെ E2, ഇത് E2, ഇത് IM. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ന്യൂ എച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ന്യൂ എച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ന്യൂ എഴുതാം. ന്യൂയുടെ വാല്യൂസ് കിട്ടിയല്ലോ. എച്ച് എന്താണ്? IM ആണ്. അതെ IM ആണ്. ഇത് രണ്ടും നമ്മളുടെ ഗ്രാഫ് അങ്ങ് വരയ്ക്കുക. ഇനി ന്യൂ ബി ആണെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂയുടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അതും ബി എന്ന് പറഞ്ഞാൽ എന്താണ്? E2ൻ്റെ വാല്യൂ. ഇത് E2ൻ്റെ വാല്യൂ. ഇത് രണ്ടും നമ്മളെല്ലാം ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അതാണ് ന്യൂ കിട്ടാനുള്ള ന്യൂ എച്ച്, ന്യൂ ബി എച്ച്. ഇത് മനസ്സിലായില്ലേ? ഞാൻ നോ ലോഡ് കണ്ടീഷനിലെ ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ പറയുമ്പോൾ 50 അത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ എടുക്കേണ്ട. ഇവിടെ എന്തായാലും നമുക്ക് 50 കിട്ടിയിട്ടുണ്ട്, ഗ്രാഫിൽ ടേബിൾ ഓൾറെഡി ഉണ്ട്. അതിനകത്ത് ഹയസ്റ്റ് വാല്യൂ എടുക്കുക 76.24. അതാണ് എടുത്തേക്കുന്നത്. 76.24 എടുക്കുക. അത് 5/8 കൂട്ടുക. എന്നിട്ട് EW എന്ന് പറഞ്ഞാൽ വാട്ട് ഫുൾ കറണ്ട്, IM എന്ന് പറഞ്ഞാൽ വാട്ട്ലെസ് കറണ്ട്. ഇതും IM-ഉം B1-ഉം 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആയിരിക്കും. അതാണ് ഇങ്ങനെ വന്നത്. I0 ആണ് കണ്ടുപിടിക്കേണ്ടത്. I0 ഇതാണ്, നമ്മൾ ഹൈപ്പോട്ടന്യൂസ് വെച്ചിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ എന്താണ്? ഇത് √IM² - IW². അതാണ് I0 ബേസിക്കലി. അതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഇത് മാത്രം കിട്ടിയാൽ മതി. അരയ്ക്കാം ബാക്കി സാധനമൊക്കെ അറിയാം. അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നോ ലോഡ് ഫേസ് ഡയഗ്രാം. ഇനി ഇതിലുള്ളത് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാനാണ്. പെർമിയബിലിറ്റി ഓഫ് ഇതറിയാലോ, റിലേറ്റീവ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാനാണ്. µr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ µ/µ0. ഇത് നമ്മൾ µ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് ഇനി µ0 കണ്ടുപിടിക്കാം. µ0 എന്താണ്? മറ്റേ ഫോമിലുണ്ടല്ലോ, µ0 മറ്റേ ഇക്വേഷൻ അല്ല വാല്യൂ ഇല്ല, 4π × 10⁻⁷. അപ്പോൾ അതിന് പക്ഷേ നമുക്ക് കുറേ വാല്യൂസ് ഉണ്ടല്ലോ, മ്യൂവിന് കുറേ വാല്യൂസ് ഉണ്ട്. ഇതിൽ ഏത് വാല്യൂ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ VS കർവ് എടുക്കുക. ശരിക്കും വരേണ്ടത് ഇങ്ങനെ ഒരു ഇതിൽ വരുമ്പോൾ ഈ ലീനിയർ പോയിന്റിൽ ലീനിയാരിറ്റി കറക്റ്റായിട്ടുള്ള പോയിന്റ് ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ എടുക്കരുത്, ലാസ്റ്റ് എടുക്കരുത്. ഇങ്ങനെ ഇവിടെ പോണതിന് റിലേറ്റീവ് പെർമിയബിലിറ്റി തെറ്റായിരിക്കും. കറക്റ്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി മാക്സിമം വരുന്നത് ഈ ഭാഗത്തായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു വാല്യൂ എടുക്കുക, മിഡിലൊരു വാല്യൂ എടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് സ്റ്റാർട്ടിങ് വാല്യൂ തന്നെ 68 ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ വാല്യൂ എടുത്തത്. ഇതിപ്പോൾ മിഡിലാണല്ലോ, ഈ ലീനിയർ പോയിന്റിൻ്റെ മിഡിലാണല്ലോ. അപ്പോൾ നമ്മൾ എന്തെടുത്തു? 68, ഈ വാല്യൂ എടുത്തു. അതായതാണ് ഫസ്റ്റ് വാല്യൂ ആണ്. 68 ഈ 0.218. അതുകൊണ്ടാണ് ഇവിടെ എന്തെടുത്തത്? 68/0.218 എടുത്തത്. അത് റിലേറ്റീവ് പെർമിയബിലിറ്റി കൂട്ടി. പക്ഷേ നമ്മൾ വരയ്ക്കണ എങ്ങനെയാണെന്നുസരിച്ച് നോക്കണം. ഇപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പിന്നെ ഇവിടുത്തെ വാല്യൂ എടുക്കരുത്, നടുക്കിലുള്ളൊരു വാല്യൂ എടുക്കണം. ഇത് കർവ് ആവണതിന് മുമ്പുള്ള വാല്യൂ, ലീനിയർ ഭാഗത്ത്. ഇത് ഇങ്ങനെ കർവ് ആവണതിന് മുമ്പ് ഈ ഒരു മിഡിൽ പോർഷനിൽ അവിടെ നിന്ന് എടുക്കണം. അതായിരിക്കും മാക്സിമം പെർമിയബിലിറ്റി കിട്ടുക. എന്നിട്ട് ആ പെർമിയബിലിറ്റി ഡിവൈഡഡ് ബൈ µ0, അതാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബൈ µ0 എന്ന് പറഞ്ഞാൽ 4π × 10⁻⁷. അത് കിട്ടിയ പെർമിയബിലിറ്റി കിട്ടി. അത്രയൊക്കെ ഉള്ള ആക്സിഡൻറ്റിൽ